കൂട്ടുകാരെ, ഹൈ, പ്രൈസ് ദി ലോർഡ്. കർത്തൃശിഷ്യരായിടുക, ദൈവഭക്തരായിടുക, കർത്തൃശിഷ്യരായിടുക, ദൈവഭക്തരായിടുക. യേശുവിൻ അത്ഭുതങ്ങളെ വിശ്വസിച്ചാശ്രയിക്കുക. യേശുവിൻ അത്ഭുതങ്ങളെ വിശ്വസിച്ചാശ്രയിക്കുക. സമ്മാനത്തെക്കാൾ നല്ലത്, ലോകധനത്തെക്കാൾ നല്ലത്, സമ്മാനത്തെക്കാൾ നല്ലത്, ലോകധനത്തെക്കാൾ നല്ലത് പരിജ്ഞാനമല്ലോ അത് പ്രാപിക്കാം. പരിജ്ഞാനമല്ലോ അത് പ്രാപിക്കാം. പരിജ്ഞാനമല്ലോ അത് പ്രാപിക്കാം. പരിജ്ഞാനമല്ലോ അത് പ്രാപിക്കാം. കർത്തൃശിഷ്യരായിടുക, ദൈവഭക്തരായിടുക. യേശുവിൻ അത്ഭുതങ്ങളെ വിശ്വസിച്ചാശ്രയിക്കുക. യേശുവിൻ അത്ഭുതങ്ങളെ വിശ്വസിച്ചാശ്രയിക്കുക. പാപത്തിന് ശമ്പളം മരണമത്രേ, ദൈവകൃപയോ നിത്യജീവനത്രേ. പാപത്തിന് ശമ്പളം മരണമത്രേ, ദൈവകൃപയോ നിത്യജീവനത്രേ. ദൈവസ്നേഹത്തിൻ ദൈവശക്തിയിൽ ജീവിച്ചിടാൻ നാം ഒന്നായി ഭൂവതിൽ. ദൈവസ്നേഹത്തിൽ ദൈവശക്തിയിൽ ജീവിച്ചിടാം നാം ഒന്നായി ഭൂവതിൽ. കർത്തൃശിഷ്യരായിടുക, ദൈവഭക്തരായിടുക. യേശുവിൻ അത്ഭുതങ്ങളെ വിശ്വസിച്ചാശ്രയിക്കുക. യേശുവിൻ അത്ഭുതങ്ങളെ വിശ്വസിച്ചാശ്രയിക്കുക. ദിവ്യാംഗം സകലവിധ ദോഷമത്രേ, അത്യാഗ്രഹമോ നിത്യനാശമത്രേ. ദിവ്യാഗ്രഹം സകലവിധ ദോഷമത്രേ, അത്യാഗ്രഹമോ നിത്യനാശമത്രേ. നമുക്കുള്ളത് മതിയെ, അന്യമായത് ആഗ്രഹിക്കരുതേ. ജീവിച്ചിടാം നാം ഒന്നായി ഭൂവതിൽ. നമുക്കുള്ളത് മതിയെ, അന്യമായത് ആഗ്രഹിക്കരുതേ. ജീവിച്ചിടാം നാം ഒന്നായി ഭൂവതിൽ. കർത്തൃശിഷ്യരായിടുക, ദൈവഭക്തരായിടുക. കർത്തൃശിഷ്യരായിടുക, ദൈവഭക്തരായിടുക. യേശുവിൻ അത്ഭുതങ്ങളെ വിശ്വസിച്ചാശ്രയിക്കുക. യേശുവിൻ അത്ഭുതങ്ങളെ വിശ്വസിച്ചാശ്രയിക്കുക. ശമൂവേൽ 15:22. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ശമൂവേൽ 15:22. നയമാനെ കുറിച്ച് ചിന്തിച്ചല്ലേ. സൗഖ്യമായ നയമാൻ തൻ്റെ പരിവാരവുമായി പെട്ടെന്ന് തന്നെ ദൈവപുരുഷനായ എലീശയുടെ അടുക്കൽ എത്തി. അവൻ്റെ മുമ്പാകെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് ആ നയമാൻ എലീശയോട്, ആകയാൽ അടിയൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. എന്നിട്ട് എലീശയുടെ കയ്യിലോട്ട് നീട്ടി. എലീശ പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചു. ആ സമ്മാനങ്ങൾ നയമാൻ പിന്നെയും എലീശയുടെ നേർക്ക് നീട്ടി. പക്ഷേ എലീശ എത്ര നിർബന്ധിച്ചിട്ടും അത് വാങ്ങിയില്ല. അപ്പോൾ നയമാൻ പറഞ്ഞു, എന്നാൽ 2 കോവർ കഴുത ചുമട് മണ്ണ് അടിയന് തരുവിക്കണമേ. കാരണം അടിയൻ ഇനി യഹോവയാണ്, അന്യ ദൈവങ്ങൾക്ക് ഹോമയാവും ഹനനയാവും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എലീശയിൽ നിന്ന് മണ്ണുമായിട്ട് നയമാൻ തിരികെ പുറപ്പെട്ടു. വളരെ സന്തോഷവാനായിരുന്നു നയമാൻ. എല്ലാവരും സന്തോഷിക്കുകയാണ്. ഒരു പക്ഷേ പ്രിയ കൂട്ടുകാരെ, ആ നയമാനോട് ഒന്ന് പോയി കുളിക്കാൻ
7 പ്രാവശ്യം കുളിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ക്രുദ്ധനായിട്ട് അതനുസരിക്കാതെ തിരിച്ചു പോയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് ആ ഒരു സംഗതി നമുക്കൊന്ന് വിചിന്തനം ചെയ്താലോ? അദ്ദേഹത്തിൻ്റെ അനുസരിക്കാതെ വന്നാലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? അതെ, അദ്ദേഹം നിത്യരോഗിയായിട്ട് മരണമടഞ്ഞാണ്. മരണം അടയുന്ന സമയത്തും അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. ആ സമയം ഘട്ടങ്ങൾ ഓരോ ദിവസവും അദ്ദേഹത്തിന് അലട്ടുന്നൊരു ചിന്ത ഉണ്ടാവും. എന്താ? എന്നാലും ഞാൻ പോയൊന്ന് കുളിച്ചിരുന്നെങ്കിൽ, ആ ദേവപുരുഷനെ അനുസരിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആ ചിന്താഗതിയോടെ ആയിരിക്കും അദ്ദേഹം മരണമടയുന്നവരെ അങ്ങനെ ചിന്തിക്കും. മാത്രമല്ല പിന്നെ ആ മൃത്യന്മാരൊത്തിരി പറഞ്ഞതാ അല്ലേ, മൃത്യന്മാരുടെ ആ സങ്കടങ്ങൾ ഭയങ്കരമായിരിക്കും. മാത്രമേ എലീശയുടെ സങ്കടം, നല്ല നയമാൻ അനുസരിച്ചില്ലല്ലോ. അതുപോലെ ആ രാജാവിനുണ്ടൊരു സങ്കടം അല്ലേ. അതുപോലെ പിന്നെ ആർക്കാ? അരാം രാജാവിന്, തൻ്റെ രാജാവിന് വലിയ ദുഃഖമായേനെ. അതുപോലെ നമ്മൾ യജമാനത്തിക്ക് വലിയ ദുഃഖമായേനെ. ഏറ്റവും അധികം ദുഃഖം ആർക്കായിരുന്നു? സൗഖ്യമായില്ലല്ലോ എന്നുള്ള ആ ദുഃഖം, യജമാന സൗഖ്യം കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖം അവളെയും അലട്ടുമായിരുന്നു. എന്നാൽ അനുസരിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ അല്ലേ, നയമാൻ വളരെ സന്തോഷവാനായി തീർന്നു. ദൈവവും സന്തോഷിക്കുകയാണ്, എലീശ സന്തോഷിക്കുകയാണ്, പിന്നെ ഗേഹസി സന്തോഷിക്കുകയാണ്, ഭൃത്യന്മാർ സന്തോഷിക്കുകയാണ്. ഇവിടെ അളവറ്റ സന്തോഷത്തിൽ സംഭവിക്കുന്നു. മാത്രമല്ല നമുക്ക് വസ്ത്രം കീറിയൊരു രാജാവുണ്ടല്ലോ, അദ്ദേഹവും സന്തോഷിച്ച് കാണും. പിന്നെ നമുക്ക് അടുത്തത് യജമാനത്തി സന്തോഷിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അടിമ പെൺകുട്ടി ഏറ്റവും അധികം അവളായിരിക്കും സന്തോഷിച്ചത് അല്ലേ. അവിടെ യജമാൻ വരുന്നത് കാത്തു നിന്ന് കാണും, ഒരു നോക്ക് കാണാൻ. അല്ലെങ്കിൽ ദൈവത്തിന് അവൾ എല്ലാം നന്ദിയും അർപ്പിച്ചു. ഒരു പക്ഷേ നയമാൻ തൻ്റെ രോഗത്തിന് വിടുതൽ കിട്ടിയതുകൊണ്ട് ആ പെൺകുട്ടിക്ക് വിടുതൽ കൊടുത്ത് കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ സ്വന്തം മോളെ പോലെ കരുതി പൊന്നുപോലെ അവളെ സൂക്ഷിച്ച് വളർത്തിയിരിക്കാം. നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ അറിയത്തില്ല. എന്നാൽ നമുക്ക് സ്വർഗത്തെ കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വലിയൊരായ ദൈവം സ്വർഗത്തിൽ നമുക്കിതിനെല്ലാം ആൻസർ ഉണ്ട് കേട്ടോ. എന്നാൽ ഇത്രയും സന്തോഷം അനുഭവിക്കാനായിട്ട് കാരണമായി തീർന്നു ഒരു ചെറിയ അനുസരണം എന്നതുപോലെ നമ്മളിന്ന് പഠിച്ച വാക്യം ഇതാ: അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഹല്ലേലൂയ. നമ്മൾ എന്താണ് പാടിയത്? കർത്തൃ ശിഷ്യരായിടുക, ദൈവഭക്തരായിടുക. ഇത്തിരി റിസ്ക് ആണ് അല്ലേ, ടഫാണ് ഒരു ശിഷ്യരായുക എന്നുള്ളത്. എന്നാൽ കർത്താവ് നമ്മെ സഹായിക്കും. മാത്രമല്ല യേശുവിൻ്റെ അത്ഭുതങ്ങളെ വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. മാത്രമല്ല സമ്മാനത്തേക്കാൾ നല്ലത് ഈ ലോക ദാനത്തേക്കാൾ നല്ലത് എന്താണ്? പരിജ്ഞാനം. പരിശുദ്ധിനെ കുറിച്ചുള്ള അറിവാണ് പരിജ്ഞാനം. അത് പ്രാപിച്ചെടുക്കാനായിട്ട് നമുക്കിടയായി തീരട്ടെ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവനത്രേ എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. ആ നിലയിൽ ദൈവസ്നേഹത്തിൽ ദൈവശക്തിയിലൊക്കെയും നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.